ആശംസിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. വ്യത്യസ്തമായ ദേശത്ത്, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ മാനസികാവസ്ഥയിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് ഹാളിൽ ഒരുമിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന, ഡിസ്കസ് ചെയ്യുന്ന ആശയവും സാങ്കേതിക വിദ്യയുടെ നൂതനമായ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ലോകം ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമും അതുമായി ബന്ധപ്പെട്ട ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും. തീർച്ചയായും തിരക്കുകളിൽ നിന്ന് അല്പസമയം ഈ മീറ്റിംഗ് ഹാളിലേക്ക് മാറ്റിവെച്ച നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇന്ന് കിട്ടുന്ന ഈ അറിവിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ ഉറപ്പായിട്ടും വലിയ മാറ്റങ്ങൾ ലോകത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെ, ഏതു രൂപത്തിൽ, ഏതെല്ലാം വിധത്തിൽ അത് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ചെതർ ഓഷ്യൻ എന്ന് പറയുന്ന സെൽഫ് അപ്രീഷിയേഷൻ ഡെഫി പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. www.chetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ലോകത്തേക്ക് ഒരു സെഗ്മെന്റിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വുഡ, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്, വില കയറുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്. നമുക്ക് പരിചയമുള്ള പല പ്ലാറ്റ്ഫോമുകളും ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോമുകളാണ്. അത് സ്റ്റോക്ക് മാർക്കറ്റ് ആകാം, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ആകാം, ഫോറക്സ് ട്രേഡിംഗ് ആകാം, കമ്മോഡിറ്റി മാർക്കറ്റ് ആകാം. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു സെഗ്മെന്റ് ആണ് വുഡ എന്ന സെഗ്മെന്റിലൂടെ നമുക്ക് കയ്യിൽ കിട്ടുന്നത്. ആ സെഗ്മെന്റുകളെല്ലാം ബയേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ വില കൂടുകയും സെല്ലേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ വില കുറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ആ മേഖലയിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ടാണ് അവിടെ ലാഭം എടുക്കാനുള്ള സാധ്യത ആളുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ക്യാൻഡിലുകൾ ഉണ്ട്, ഗ്രാഫ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ട്രെൻഡ് ഉണ്ട്, ന്യൂസുകളുണ്ട്. ഇതൊന്നുമില്ലാത്ത ട്രേഡിംഗ് പൊളിറ്റിക്സുകളും ഉണ്ട്. ഇത്തരം ട്രേഡിംഗ് പൊളിറ്റിക്സിന്റെ ഭാഗമായി എത്ര ശ്രദ്ധിച്ച് ട്രേഡ് എടുത്താൽ പോലും നഷ്ടം വരുന്ന സാധ്യതകൾ ഒരുപാട് ആളുകളുടെ മുമ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു 2 ദിവസം മുമ്പ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ഒരു ഡിപ്പ് സംഭവിച്ചപ്പോ $2.33 ബില്യൺ നഷ്ടമാണ്, ലിക്വിഡേഷൻ ആണ് ആ ഒരു ദിവസം മാത്രം ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ആളുകൾക്ക് സംഭവിച്ചത്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് പോയി എന്നർത്ഥം, നഷ്ടപ്പെട്ടു പോയി. 2.33 ബില്യൺ USDT നഷ്ടം. എന്തുകൊണ്ടാണ് ആ നഷ്ടം സംഭവിച്ചത്? ഒരിക്കൽ പോലും ആ നഷ്ടം സംഭവിച്ച ആൾക്കാർ ആ നഷ്ടം സംഭവിക്കാൻ വേണ്ടി അന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടാകില്ല. അവർ കൃത്യമായി മാർക്കറ്റ് നോക്കി, കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കി, കൃത്യമായ ക്യാൻഡിലുകൾ നോക്കി, കൃത്യമായ ന്യൂസുകൾ നോക്കി, ട്രെൻഡിനെ മനസ്സിലാക്കി ട്രേഡ് എടുത്ത ആൾക്കാർ തന്നെയാകും. പക്ഷെ നഷ്ടം അവർക്ക് സംഭവിച്ചു. അത് റിക്കവർ ചെയ്യണമെങ്കിൽ ഇനിയും വീണ്ടും ഫണ്ട് കണ്ടെത്തി ട്രേഡ് ചെയ്ത് ലാഭം എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ ഒരു ചലഞ്ച് ട്രേഡേഴ്സിന്റെ മുമ്പിൽ വരുന്നുണ്ട്. ആ ചലഞ്ച് ഇതാണ്: എത്ര കാൽക്കുലേറ്റ് ചെയ്താലും മാർക്കറ്റ് പൊളിറ്റിക്സിനെ ഡിഫൈൻ ചെയ്യാൻ, മാർക്കറ്റ് പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറി, അത് നഷ്ടം എപ്പോഴും സംഭവിക്കുന്ന ആ കാറ്റഗറി ആൾക്കാരായിരിക്കും. എന്താണ് മാർക്കറ്റ് പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡിപ്പ് സംഭവിക്കുന്നു. റീസൺ അന്വേഷിക്കുമ്പോൾ ചൈനീസ് ആർമി ഇന്ത്യൻ ബോർഡറിൽ വന്നു. ചൈനീസ് ആർമി ഇന്ത്യൻ ബോർഡറിൽ വന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുക എന്ന് പറഞ്ഞാൽ അത് വിരോധാഭാസമാണ്. സത്യത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത് കമ്പനികളുടെ ഷെയറുകളാണ്. കമ്പനിയുടെ പെർഫോമൻസ് ആണ് ആക്ച്വലി ആ ഷെയർ വാല്യൂവിന്റെ അപ്പ് ആൻഡ് ഡൗൺ നിർണ്ണയിക്കപ്പെടേണ്ടത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തായിരിക്കണം. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസുകളോ
അവർക്ക് വരുന്ന നഷ്ടങ്ങളോ ലാഭങ്ങളോ അതിന് പറ്റുന്ന സാധ്യതകളോ ആണ് ഡിപ്പിന് കാരണമെങ്കിൽ ഓക്കെ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ആർമി, ഒരു രാജ്യത്തിന്റെ ആർമി വേറൊരു രാജ്യത്തിന്റെ ബോർഡറിൽ വന്നു എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് പുതിയൊരു പ്രസിഡന്റിനെ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് അപ്പ് ആവുകയും ഡൗൺ ആവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിരുദ്ധമായ ഒരു ആശയമാണ്. ഇത് മനസ്സിലാക്കുന്നവർ തന്നെയാണ് ഇന്നും ട്രേഡിംഗ് രംഗത്ത് സജീവമായി നിലനിൽക്കുന്നത്. കാരണം ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എങ്ങനെയും സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അത് ചില സമയങ്ങളിലെല്ലാം കൈ നിറയെ സമ്പാദിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്. അത് ഇനിയും കിട്ടും, ആ പ്രതീക്ഷയോട് കൂടിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം പ്രോഫിറ്റ് എടുക്കുന്ന സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ വളരെ ചെറിയ ഒരു പ്രോഫിറ്റ് മാത്രമേ എല്ലാവരും ബുക്ക് ചെയ്യാറുള്ളൂ. ഒരു 1% ഒക്കെ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. 0.2, 0.3, 0.4, 0.5, 0.9 അങ്ങനെയുള്ള ദശാംശക്കണക്കിനുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂടുതൽ വോളിയം ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്ന തന്ത്രമാണ് പലപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് കയറുന്നതിനനുസരിച്ച് ഇറങ്ങാനുള്ളൊരു പോസിബിലിറ്റി ഒരു വാളായിട്ട് അവരെല്ലാം തലയുടെ മുകളിൽ ഉണ്ടാകും. എന്നാൽ ചതുർവർഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ അത്തരം ഒരു വാളില്ല എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. വില കയറുക മാത്രം ചെയ്യുന്ന ഒരു പ്രോസസ്. ഇതുവരെ മാർക്കറ്റിൽ അത്തരം ഒരു പ്രോസസ് ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. ഈ ആശയം അങ്ങനെയാണ് എന്ന് കഴിഞ്ഞ 10 മാസം കൊണ്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. 2024 മാർച്ച് 20 തുടങ്ങി ഇന്ന് 2025 ഫെബ്രുവരി മാസം 7 എത്തി നിൽക്കുമ്പോൾ 2200% മേലെ ഗ്രോത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അത് 2200 താഴെയായിട്ട് ഒരിക്കലും പോകില്ല. 2200 മേലയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയേ ഉള്ളൂ. അതെന്തുകൊണ്ട്? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് അത് തന്നെയാണ്. ഒന്ന്, ഈ പ്രോഗ്രാം 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇതിന്റെ കാൽക്കുലേഷൻസും ലിക്വിഡിറ്റി മാനേജ്മെന്റും സപ്ലൈയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇതിന്റെ പ്രോസസ് എല്ലാം റിയൽ ടൈം ആണ്. ബൈ പ്രോസസ് ആണെങ്കിലും സെൽ പ്രോസസ് ആണെങ്കിലും റിയൽ ടൈം ആയിട്ട് നടക്കും. പല പ്ലാറ്റ്ഫോമിലും ബൈ നടക്കാൻ ഈസിയാണ്, പക്ഷെ സെല്ല് നടക്കാൻ ഒരുപാട് കടമ്പകൾ ഉള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസിലുള്ളൂ. പ്രത്യേകിച്ച് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വന്നിരിക്കുന്ന പല പ്ലാറ്റ്ഫോമും ബൈ സെൽ പ്രോസസ് ഉള്ള പ്ലാറ്റ്ഫോമിൽ ബൈ ഈസി ആയിരിക്കും. എത്രയും വേഗം നമുക്ക് എന്ത് ചെയ്യാം, ബൈ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് യൂണിറ്റ്സ് കിട്ടും. പക്ഷെ നമ്മൾ സെല്ല് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് കടമ്പകൾ നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ടാകും, ഒരുപാട് കണ്ടീഷൻസ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അതൊന്നുമില്ലാതെ റിയൽ ടൈം ആയിട്ട് ബൈ സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ചതുർവർഷം മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം മനോഹരമാണെങ്കിൽ അത് തീർച്ചയായും സ്പ്രെഡ് ചെയ്യപ്പെടും. അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ഒരു മാർക്കറ്റിംഗ് ഫോഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അഫിലിയേറ്റ് ഇൻകം സിസ്റ്റം കൊടുക്കുന്നുണ്ട്. 43% അഫിലിയേറ്റ് പേ ഔട്ട് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ 43% പേ ഔട്ട് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പേ ഔട്ട് തന്നെയാണ്. കൈ നിറയെ പണം സമ്പാദിക്കാനുള്ള ഒരു അവസരം മാർക്കറ്റ് ചെയ്താൽ കിട്ടും. ഉറപ്പായിട്ടും ഇത്തരം സാഹചര്യങ്ങളാണ് ഈ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് മാറണമെങ്കിൽ 20 USDT മതി. അതുകൊണ്ട് ഏത് സാധാരണക്കാരനും പെട്ടെന്ന് കയറി പറ്റാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് 20 USDT. വലിയൊരു ചെറിയ സംഖ്യയാണ്. സത്യത്തിൽ ഈ മീറ്റിംഗ് ഹോളിൽ തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പേരുണ്ട്? നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. 34 പേരുണ്ട്. ഈ 34 പേരിൽ ഒരു 4 പേര് നന്നായിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാൽ ഈ 20 USDT കൂടുതൽ ചെലവഴിക്കേണ്ടി വരും അല്ലേ? അത്രയും ചെറിയൊരു സംഖ്യയാണ് ഇൻപുട്ട് വരാനായിട്ട്. ബിസിനസ് ചെയ്യാൻ തയ്യാറുള്ള ഒരാൾക്ക് ആ ഒരൊറ്റ സംഖ്യ മാത്രം മതി. കൈ നിറയെ സമ്പാദിക്കാം, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. അതിനൊരു പരിധിയുമില്ല. ആ പരിധി അത്രയും സമ്പാദിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ആശയത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഏറ്റെടുക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. സോ ഈ സിസ്റ്റത്തിന്റെ ചില സാധ്യതയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ സിസ്റ്റം നടക്കുന്നത്. നമ്മൾ നല്ലൊരു കണ്ടുപിടിക്കുന്ന ഒരു ബൈ പ്രോസസ് അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ബൈ പ്രോസസ് വ്യത്യസ്തമായ ഒരു ബൈ പ്രോസസ്. ആ ബൈ പ്രോസസ്സിൽ എത്ര എമൗണ്ട് ഉള്ളിൽ വരുന്നുണ്ടോ അതിന്റെ 52% ലിക്വിഡിറ്റിയിലേക്ക് വെച്ച്, ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് BP20 ബ്ലോക്ക് ചെയിനിലുള്ള സിസ്റ്റം ബാക്കപ്പ് വാലറ്റ് ആണ്. ആ വാലറ്റ് എൻക്രിപ്റ്റഡ് മോഡിൽ ക്രിയേറ്റ് ചെയ്ത വാലറ്റ് ആണ്.
അത് മാനുവലായിട്ട് ഇനി ആർക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ആ ഫണ്ടിനെ ആർക്കും തൊടാനും സാധിക്കില്ല. അത്തരത്തിൽ കൃത്യമായ ഒരു ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ഇതിന്റെ ബൈ പ്രോസസ്സിൽ വെച്ചിട്ടുണ്ട്. 52% ലിക്വിഡിറ്റി വെച്ചാൽ ബാക്കി 48% ഉണ്ടല്ലോ. അതിൽ 5% സിസ്റ്റം മെയിൻ്റെനൻസിന് ഉപയോഗിക്കും, 43% അഫിലിയേറ്റ് പേ ഔട്ടിന് ഉപയോഗിക്കും. ഇതാണ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു ബൈ എമൗണ്ടിന് ചെയ്യുന്ന പ്രോസസ്. പകരം ആ ബൈ എമൗണ്ട് ചെയ്ത ആൾക്ക് അയാൾ കൊടുത്ത എമൗണ്ടിന് 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇനി ആ യൂണിറ്റ്സ് അയാൾ സോൾഡ് ചെയ്യാണ്, വിൽക്കുകയാണ്. സാധാരണ വിൽക്കുമ്പോൾ വാങ്ങാൻ ആളെ കണ്ടെത്തി വെക്കണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. സിസ്റ്റം ചെയ്യുന്നത് ആ വിൽക്കുന്ന യൂണിറ്റ്സ് അത്രയും ബേൺ ചെയ്ത് കളയും. അപ്പൊ വിൽക്കുന്ന യൂണിറ്റ് ബേൺ ചെയ്ത് പോകണമെങ്കിൽ അത് വേറൊരാളുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ എന്റെ കയ്യിൽ 1000 യൂണിറ്റ് ഉണ്ട്, അത് ഞാൻ വിൽക്കുമ്പോൾ വേറൊരാളുടെ കയ്യിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഒരിക്കലും ബേണിംഗ് അല്ല, ഹാൻഡ് ഓവറിംഗ് മാത്രമാണ്. സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും അങ്ങനെ തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എടുത്താലും, കമ്മ്യൂണിറ്റി മാർക്കറ്റ് എടുത്താലും, ഫോറക്സ് മാർക്കറ്റ് എടുത്താലും, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എടുത്താലും പേഴ്സൺ ടു പേഴ്സൺ ഹാൻഡ് ഓവർ ചെയ്ത് പോകുന്ന പ്രോസസ്സേ ഉള്ളൂ. പക്ഷെ ഇവിടെ ബേണിംഗ് ആണ്. ബേണിംഗ് നടക്കണമെങ്കിൽ സിസ്റ്റത്തിലേക്ക് തിരിച്ചു കിട്ടണം. സോ ആര് സെല് ചെയ്യാൻ ശ്രമിച്ചാലും സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊടുക്കുന്നു, കൺഫർമേഷൻ കൊടുത്താൽ സിസ്റ്റം ആ യൂണിറ്റ്സ് തിരിച്ചെടുത്തു, ബേൺ ചെയ്ത് കളഞ്ഞു. സോ ടോട്ടൽ സിസ്റ്റത്തിൽ നിന്ന് അത്രയും യൂണിറ്റ്സ് ഡിലീറ്റ് ആയി പോയി. പിന്നെ ഇല്ല, ഒരിടത്തും ഒരു നൾ വാലറ്റിൽ പോലും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. പകരം എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് അതെങ്ങനെ കണക്കൂട്ടാൻ പറ്റും? എപ്പോൾ സെല്ല് ചെയ്തോ ആ സമയത്ത് സെല്ലിംഗ് പ്രൈസ് അനുസരിച്ചാണ് എമൗണ്ട് കണക്കൂട്ടുക. ഇപ്പോ 0.23 പ്രൈസ് ഉണ്ട്, $1000 ആണ്, 1000 കോയിൻ ആണ് വിൽക്കുന്നത്, 0.23 ആണ് ഈ സമയത്ത് പ്രൈസ് എങ്കിൽ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാ? 0.23 into 1000. ശരിയല്ലേ? 0.23 into 1000 എന്ന് കണക്കൂട്ടിയാൽ $230 എന്ന് കിട്ടും. ഈ $230 90%, അതായത് $207 ലിക്വിഡിറ്റി ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പവർ എന്താണെന്ന് ചോദിച്ചാൽ ലിക്വിഡിറ്റി കോയിൻ അനുപാതം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടുള്ള ഗുണം എത്ര പ്രൈസ് ഹൈക്ക് വന്നാലും അതിന് ആനുപാതികമായ ലിക്വിഡിറ്റി അവിടെ ഉണ്ടാകും. ലിക്വിഡിറ്റി, the system backup in BEP20 blockchain enough to provide the whole amount instantly. സാധാരണ ബാങ്കിങ് സെക്ടറൊക്കെയാണ് നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന സെക്ടറായിട്ട് നമ്മൾ കാണുന്നത്. ബാങ്കിൽ കൊണ്ട് FD ഇടാൻ ആൾക്കാർക്ക് ആർക്കും ഭയമില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശസ്തമായ ഒരു ബാങ്കിന് എക്സാമ്പിൾ എടുക്കുക. ഒരു 10,000 കസ്റ്റമർ ഉള്ള ഒരു ബാങ്കാണ്. ഞാൻ പറയുന്ന എക്സാമ്പിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ആ ബാങ്കിലേക്ക് ആ 10,000 ആൾക്കാരും ഒരു ദിവസം ചെന്ന് അവരുടെ അക്കൗണ്ടിലുള്ള പണം തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ ഒരിക്കലും ആ ബാങ്കിന് പൈസ കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമായ ബാങ്കിൽ, പ്രശസ്തമായ ബാങ്കിൽ, ആ ബാങ്കിലേക്ക് ചെന്നിട്ട് ആ കസ്റ്റമർ കംപ്ലീറ്റ് ആൾക്കാരും അവരുടെ പണം പിൻവലിക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കാൻ ആ ബാങ്കിന്റെ പൈസ ഉണ്ടാവില്ല. കാരണം ഡബിൾ സ്പെൻഡിങ് എന്നൊരു കൺസെപ്റ്റ് ഫിനാൻഷ്യൽ സെക്ടറിലുണ്ട്. പക്ഷെ ടെതറോഷ്യൻ പ്ലാറ്റ്ഫോമില് ഇപ്പൊ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടോ, അവരുടെ കയ്യിൽ എത്ര യൂണിറ്റ് ഉണ്ടോ, ആ യൂണിറ്റ് അത്രയും ഈ സ്പോട്ടിൽ, ഞാൻ ഈ സംസാരിക്കുന്ന സ്പോട്ടിൽ വിൽക്കപ്പെട്ടാൽ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ ലിക്വിഡിറ്റിയിൽ ഉണ്ടാകും. ഇതാണ് സിസ്റ്റത്തിന്റെ പവർ. ഈ പവറാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതെങ്ങനെ സംഭവിച്ചു? നമുക്കൊരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കാണിച്ചിരിക്കുന്ന കുറച്ച് ടേബിൾ ആണ്. ആ ടേബിളിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ്. സിസ്റ്റം ലോഞ്ച് ചെയ്ത സമയത്ത്, അതായത് 2024 മാർച്ച് 20 ഒരു ബൈ പ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കി എല്ലാ വാല്യൂ ഫസ്റ്റ് കോളത്തിൽ നോക്കി കാണാൻ പറ്റും 0.000 എന്നായിരുന്നു. ബൈ പ്രൈസ് മാത്രം 0.01 ആണ്. ആദ്യത്തെ കസ്റ്റമർ $100 വരുന്നു. സിസ്റ്റം $52 ലിക്വിഡിറ്റിയിലേക്ക് വെച്ചു. കാരണം 52% ലിക്വിഡിറ്റി വെക്കും. 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ $100 35% $35 ആണ്. 35-നെ ആ സമയത്ത് ബൈ പ്രൈസ് ആയ 0.01 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ 3500 കിട്ടും. അപ്പൊ ലിക്വിഡിറ്റി കിട്ടി, കോയിൻ നമ്പർ കിട്ടി. ഫൈനൽ ലിക്വിഡിറ്റിനെ ഫൈനൽ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പുതിയ വില കിട്ടും. അത് 0.01485 എന്നായിരുന്നു. അതാണ് പുതിയ ബൈ പ്രൈസ്. അപ്പോ ഒരു ബൈ പ്രൈസ് എങ്ങനെ വരുന്നു? ആ ചോദ്യത്തിന് നമ്മുടെ ഉത്തരമുണ്ട്. അപ്പൊ ഇപ്പോ ബൈ പ്രൈസ് 0.233082 എന്നാണെങ്കിൽ അത് എങ്ങനെ വന്നു? ഉത്തരമുണ്ട്. എന്ത് ചെയ്താൽ മതി? സിസ്റ്റത്തിൽ ഇപ്പോഴുള്ള ഫൈനൽ ലിക്വിഡിറ്റിനെ ഇപ്പോഴുള്ള ഫൈനൽ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് കൃത്യമാണെങ്കിൽ അതൊരു റക്കൂൾ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു പ്രൈസ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും.
തുടക്കത്തിൽ തന്നെ അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, ഇനി 10 വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. നോക്കൂ, ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും $100 $100 $100 3 ബൈ നടത്തിയപ്പോ ലിക്വിഡിറ്റി 0-ൽ നിന്ന് 156 സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതനുസരിച്ച് ഓരോരുത്തർക്കും യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ ആൾക്ക് 3500 കിട്ടി, രണ്ടാമത്തെ 2355 കിട്ടിയുള്ളൂ, മൂന്നാമത്തെ 1976 കിട്ടിയത്. പോയിന്റ് എണ്ണം അവർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക ഓരോരുത്തർക്കും. പക്ഷെ ടോട്ടൽ സിസ്റ്റത്തിലെ യൂണിറ്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. 3500 5885 7826 കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ലിക്വിഡിറ്റിനെ ഫൈനൽ കോയിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ബൈ പ്രൈസ് കൊണ്ട് ബൈ പ്രൈസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബൈ പ്രൈസ് വരുന്ന സമയത്താണ് പഴയ ബൈ പ്രൈസിന് സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആവുന്നത്. അതുകൊണ്ട് സെൽ പ്രൈസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാങ്ങുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി വിൽക്കുമ്പോഴോ നോക്കൂ, 1000 യൂണിറ്റ് സെൽ ചെയ്യുന്ന എക്സാമ്പിൾ നോക്കൂ. അവിടെ സിസ്റ്റം ആ കോയിൻ അത്രയും ബേൺ ചെയ്ത് കളയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? 7826 ഉണ്ടായിരുന്ന യൂണിറ്റ് 6826 ആയിട്ട് കുറഞ്ഞു. ലിക്വിഡിറ്റിയും കുറഞ്ഞു. കാരണം 1000 യൂണിറ്റിന് 0.0176 പ്രകാരം പേയ്മെന്റ് കൊടുക്കുന്നത് എത്രയാണോ അതിന്റെ 90% 156 കൊടുക്കും. ബാക്കി 150 ഉള്ളൂ, 140 ഉള്ളൂ. ആ 140നെ 6826 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 0.20051 ആണ്. വില കൂടി. കണ്ടു, വിൽപ്പന നടക്കുമ്പോഴും വില കൂടി. വീണ്ടും 1000 യൂണിറ്റ് സെല് ചെയ്തു, ലിക്വിഡിറ്റി കുറഞ്ഞു, കോയിൻ നമ്പർ കുറഞ്ഞു, വീണ്ടും വില കൂടി. സോ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ സിസ്റ്റത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം ഫെബ്രുവരി 3rd വീക്കോടുകൂടി സിസ്റ്റത്തിലേക്ക് വരാൻ പോകുന്ന 2 പ്ലാറ്റ്ഫോമാണ്. ഒരു ആഡ് ഓൺ പ്രൊജക്റ്റ് ആണ്. അതിന്റെ ഭാഗമായി നിൽക്കുന്ന 2 പ്ലാറ്റ്ഫോം, ഒരു വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോമും അതിന്റെ മാർക്കറ്റ് പ്ലേസും. ആ സിസ്റ്റത്തിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാകുമോ അതിന്റെ 20% ഈ ടെതറോഷന്റെ ലിക്വിഡിറ്റിയിലേക്ക് നേരിട്ട് കയറും. ഇപ്പൊ ടെതറോഷൻ ലിക്വിഡിറ്റി കയറുന്നത് 52% ഫണ്ടേ ഉള്ളൂ. അതിന് ആനുപാതികമായി 35% യൂണിറ്റ്സ് ക്രിയേറ്റ് ആകുന്നുണ്ട്. പക്ഷെ പുതിയ പ്രൊജക്റ്റിൽ നിന്ന് ഫണ്ട് വരുമ്പോ പകരം കോയിൻ ക്രിയേഷൻ ഇല്ല, ഫണ്ട് മാത്രമേ കയറുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇപ്പോ ലിക്വിഡിറ്റി 64,430 ആണ്. ഈ സമയത്ത് ഒരു $4000 കയറിയാൽ 68,430 ആകും. അപ്പൊ എന്താ സംഭവിക്കുക? 2,77,583 യൂണിറ്റ്സ് ഉള്ളതിന് മാറ്റമില്ല. പക്ഷെ 68,430നെ 2,77,583 ഹരിക്കുമ്പോ 0.2465 പ്രൈസ് മാറി. നോക്കൂ, 0.2321 ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 0.2465 ആയി. ഇതാണ് ഈ സിസ്റ്റത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഇമ്പാക്ട്. ജമ്പ് ചെയ്ത് പ്രൈസ് മാറാൻ പോവുകയാണ്. ഫെബ്രുവരി 3rd വീക്ക് മുതൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ടെതറോഷൻ മെമ്പേഴ്സ് മാറാൻ പോവുകയാണ്. ഈ യൂണിറ്റുള്ള കഴിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് തന്നെ 3rd വീക്കിന് മുമ്പ് മാക്സിമം യൂണിറ്റ്സ് വാങ്ങി വെക്കുന്ന ആൾക്കാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനുള്ള ചാൻസിലാണ് സിസ്റ്റം നിൽക്കുന്നത്. യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് ആ ചാൻസ് എൻജോയ് ചെയ്യാൻ പറ്റും, തർക്കമില്ല കാര്യത്തിൽ. നോക്കൂ, 0.246523 എന്ന പ്രൈസ് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിലെ പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ 5 ഇരട്ടി ആയിരിക്കും. ഇപ്പൊ 0.23 ഉള്ള സമയത്ത് 1.16 ആ, 0.2465 എത്തുമ്പോൾ 1.23 ആയി. സോ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുന്നവരും ലാഭം പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാരായി മാറും എന്നർത്ഥം. ഇനി മാർക്കറ്റ് പ്ലേസിൽ പ്രൈസ് മാറാൻ അവിടെ നിന്ന് പ്രൊജക്ടിന്റെ പ്രോഫിറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമാണോ? അല്ല. നിലവിലുള്ള സിസ്റ്റത്തിൽ സെല്ല് നടന്നാൽ മതി, അപ്പോഴും പ്രൈസ് മാറും. ബൈ നടന്നാൽ മതി, അപ്പോഴും പ്രൈസ് മാറും. ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെട്ട മതി, അപ്പോഴും പ്രൈസ് മാറും. ഏത് തരത്തിൽ ചിന്തിച്ചാലും ലിക്വിഡിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ഫെബ്രുവരി 3rd വീക്കിന് ശേഷം സിസ്റ്റം മാറുമ്പോൾ വലിയ മാറ്റമാണ് ഈ ഇൻഡസ്ട്രിയിൽ സംഭവിക്കാൻ പോകുന്നത്. ലാഭം വേണ്ടി പ്രതീക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ആൾക്കാർക്ക് ലാഭം മാത്രം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത് റിയലൈസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയത്തിലേക്ക് ആൾക്കാർ മാറാൻ പോവുകയാണ്. അതിന് പറ്റുന്ന റൈറ്റ് ടൈമിലാണ് ഇന്ന് ഈ മീറ്റിംഗ് ഹാളിൽ നമ്മൾ ഇരിക്കുന്നത്. 7/2/2025, അതായത് ഇന്ന് 9:15 ഞാൻ എടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം 0.233038 ആണ് ഇന്ന് ടെതറോഷന്റെ പ്രൈസ്. 0.233027 ആണ് ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ്. അതായത് ആദ്യത്തെ കസ്റ്റമർ 3500 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. അയാൾ ഇന്ന് സെല്ല് ചെയ്ത് അയാൾക്ക് കിട്ടുന്നത് $815 എന്നാണ്. $815. പക്ഷെ സിസ്റ്റം അയാൾക്ക് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, കോയിൻ സെല്ലിംഗ് ലിമിറ്റും ടീം ഇൻകം ലിമിറ്റും. അതിന്റെ പാക്കേജ് എത്രയാണോ അതിന് ഇരട്ടി വിലക്കുള്ളത് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റൂ. നോക്കൂ, 815 നിന്ന് അദ്ദേഹത്തിന് 200 സെല്ല് ചെയ്യാം. അത് 200 യൂണിറ്റ് അത്രയും ടോട്ടൽ 3500 കുറയും. 200 സെല്ല് ചെയ്യുമ്പോൾ 90% $150 അദ്ദേഹത്തിന് കിട്ടും. ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടും.
ബാക്കി 615 വിഡ്രോ ചെയ്യാനുണ്ട്. അത് വിഡ്രോ ചെയ്യണമെങ്കിൽ അദ്ദേഹം റീബൈ ചെയ്യണം. ഓൾറെഡി $180 വന്ന് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് 100 എടുത്ത് റീബൈ ചെയ്തു എന്ന് വിചാരിക്കാം. സോ $35 കോയിൻ വീണ്ടും കിട്ടും. അപ്പൊ 615 പ്ലസ് 35 $650 വാല്യൂ ആയി. ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും വില കൂടി. കാരണം വീണ്ടും ഒരു വാങ്ങൽ നടന്നല്ലോ. വീണ്ടും $200 ലിമിറ്റിലേക്ക് അദ്ദേഹം കിട്ടി. ആ ലിമിറ്റ് അദ്ദേഹം യൂസ് ചെയ്യുന്നു. $150 അദ്ദേഹത്തിന് കിട്ടുന്നു. ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടുന്നു. ബാക്കി $450 അദ്ദേഹത്തിന് വീണ്ടും വിൽക്കാനുണ്ട്. അതിന് വേണ്ടി അദ്ദേഹം ഒരു $100 റീബൈ ചെയ്തു. അപ്പോഴും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. $35 കോയിൻ വീണ്ടും കിട്ടി. $485 മൂല്യം മാറി. $200 സെല് ചെയ്തു. $285 വീണ്ടും ബാക്കിയുണ്ട്. നോക്കൂ, ഒരാൾ അയാളുടെ ലാഭം എടുത്ത് പോകുന്ന സമയത്ത് സിസ്റ്റത്തിൽ AI ഉപയോഗിച്ച് നടക്കുന്ന പ്രോസസ്സിലൂടെ ടോട്ടൽ കമ്മ്യൂണിറ്റി ഇങ്ങനെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി കണ്ടോ? ഒരു ചെറിയ കമ്മ്യൂണിറ്റി മതി ഇതിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ. ഈ സയൻസ് ഇന്ന് മാർക്കറ്റിലുള്ള എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഈ സയൻസ് മനസ്സിലാക്കിയാൽ ഈ സിസ്റ്റത്തിൽ വരാൻ പോകുന്ന മിറാക്കിൾ എന്താണെന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകും. അവർ ഈ സിസ്റ്റത്തെ ഏറ്റെടുക്കും, പ്രൊമോട്ട് ചെയ്യും. ഇന്ന് മനസ്സിലായില്ല എന്നുള്ളത് പ്രശ്നമല്ല. ക്രിപ്റ്റോ കറൻസി എന്ന മേഖല ലോകത്തേക്ക് ബിറ്റ്കോയിൻ എന്ന പ്രൊജക്റ്റിലൂടെ മാർക്കറ്റിലേക്ക് വന്നപ്പോ അധികമാർക്കും മനസ്സിലായില്ല. 2011 ഹിസ്റ്ററി നമ്മൾ വാച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാം, വെറും $19,000 $20,000 ടേൺ ഓവർ ഒക്കെയാണ് ബിറ്റ്കോയിനിൽ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷെ 2016-17 എത്തിയപ്പോ കളം മാറി. ആളുകൾക്കൊക്കെ ഒന്ന് മനസ്സിലായി തുടങ്ങി. അപ്പോഴും മനസ്സിലായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്നൊരു ബിറ്റ്കോയിനൊക്കെ ഇന്ത്യൻ രൂപയിൽ 23,000 രൂപ കിട്ടുമായിരുന്നു. ഇന്ത്യൻ രൂപയിൽ 23,000 രൂപയ്ക്ക്. 2025 ഇന്ന് ബിറ്റ്കോയിനെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരും കോൺഫിഡൻസോടുകൂടി സംസാരിക്കും. വാവ്, സൂപ്പർ. ഏത് രാജ്യവും ബിറ്റ്കോയിനെ കുറിച്ച് അത് നടക്കില്ല എന്ന് പറയാൻ തയ്യാറല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. പല രാജ്യങ്ങളും അതിനെ ലീഗൽ ടെൻഡർ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ചില രാജ്യങ്ങൾ അത് വാങ്ങി സൂക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. അങ്ങനെ സൂക്ഷിച്ച ഒരു രാജ്യം ഇന്ന് പടുകുഴിയിൽ നിന്ന് വലിയ പ്രോഫിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ പ്രൊജക്ട് തുടങ്ങുന്ന സമയത്തിൽ നിന്ന് ഈ കേവലം നിസ്സാര വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന മാറ്റമാണ്. ചതുറോഷ്യൻ അത് തുടങ്ങി 10 മാസം ആയിട്ടുള്ളൂ. ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ മനസ്സിലായാൽ സുഹൃത്തുക്കളെ, ഈ ആശയം സംതിങ് ഡിഫറെന്റ് ആണ്. വരുന്ന എല്ലാവർക്കും പാസീവ് ഇൻകം ഉണ്ട്. വാങ്ങിയ യൂണിറ്റ് വെറുതെ വച്ചുകൊണ്ടിരുന്നാൽ മതി. അത് ഗ്രോ ചെയ്ത് 2x ലിമിറ്റിൽ സെല് ചെയ്യാം. വാങ്ങിയത് $100, $500, $1000 റേഞ്ചിലാണെങ്കിൽ ഡെയിലി ഒരു പൂളിംഗം കിട്ടും. ഡെയിലി പൂളിംഗം കിട്ടും. $1,600 വരെയും പൂളിംഗത്തിന് വേണ്ടി ഒരു ഐഡിയൽ പോസിബിൾ ആണ്. $5,000 ചെയ്ത ഐഡിയ ആണ്. പക്ഷെ $1,600 വരെയും, അത് 100, 500, 1000 ആയിട്ട് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം $1,600 പൂളിംഗം $1,600 കിട്ടുന്നവരെ കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 കിട്ടും. അപ്പൊ പൂളിംഗത്തിലൂടെ ഒരു $1,600 കിട്ടും. കോയിൻ സെല് ചെയ്ത് ഒരു $3,200 എടുക്കാം. ലാഭമല്ലേ? ടെൻഷൻ ഉണ്ടോ? അതിന് ലിക്വിഡിറ്റി എപ്പോഴും സേഫ് ആണ്. അതുകൊണ്ട് തന്നെ ലാഭം 5 മടങ്ങും 6 മടങ്ങ് കിട്ടിയ ആൾക്കാർ പോലും സെല്ല് ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. സാധാരണ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അത്തരമൊരു സാഹചര്യം ഇല്ല. ചെറിയ ലാഭം കിട്ടിയ അപ്പം തന്നെ സെല്ല് ചെയ്ത് ഒഴിയും. കാരണം എന്താ? വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നഷ്ടത്തിൽ പോയാലോ. പക്ഷെ ടെതറോഷ്യൻ പ്ലാറ്റ്ഫോമിൽ ആർക്കും സെല്ല് ചെയ്യുന്നതിനെ കുറിച്ചൊരു ടെൻഷനും വേണ്ട. കാരണം കൃത്യമായ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 മാസം കൊണ്ട് അത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിനെ ഒന്ന് മാർക്കറ്റ് ചെയ്താൽ സിസ്റ്റം 43% അഫിലിയേറ്റ് ഇൻകത്തിൽ 4% പൂളിംഗത്തിൽ ഉപയോഗിക്കുന്നത്. ബാക്കി 39%-ൽ 23% 10 ലെവലിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലെവലിൽ 10%. അതായത് നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് ആരെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. അവിടുന്ന് 10% കിട്ടും. അവർ $1,000 ചെയ്താൽ $100 കിട്ടും. $50 ചെയ്താൽ $5 കിട്ടും. $500 ചെയ്താൽ $50 കിട്ടും. സിമ്പിൾ. അവരിന്നെ ടോപ്പപ്പ് ചെയ്താലോ അപ്പോഴും കിട്ടും. ടോപ്പപ്പ് എന്ന് ഉദ്ദേശിച്ചത് റീബൈ ആണ്. $20 ചെയ്ത ഒരാള് $50 റീബൈ ചെയ്യാൻ ഉപയോഗിച്ചു. അപ്പൊ $70 ആയി ടോട്ടൽ. സോ $20-ന് 10% $2 കിട്ടി. $50-ന് $5 കിട്ടി. അത് കഴിഞ്ഞപ്പോ വീണ്ടും $20 ചെയ്യാണ്, വീണ്ടും $2 കിട്ടും. അത് കഴിഞ്ഞപ്പോ $1,000 ചെയ്തു, അപ്പൊ $100 കിട്ടും. വീണ്ടും ഒരു $100 ചെയ്തു, അപ്പൊ $10 കിട്ടും. ഇങ്ങനെ സിസ്റ്റത്തിന് ഒരു കണ്ടീഷനും ഇല്ല. എത്ര എമൗണ്ട് കൊണ്ടും വാങ്ങാം. മിനിമം 20, മാക്സിമം 1000, അത്രേ ഉള്ളൂ. അതിന്റെ കമ്മീഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ലെവൽ 1, ലെവൽ 2 ക്രൈറ്റീരിയ ഒന്നുമില്ല. പക്ഷെ 3, 4, 5 ലെവലിലേക്ക് ബിസിനസ് പോയാൽ
അവിടെ ഇൻകം കിട്ടണമെങ്കിൽ സിസ്റ്റം കണ്ടീഷൻ പറയുന്നുണ്ട് $50 മിനിമം നമുക്ക് പേഴ്സണൽ പർച്ചേസ് ഉണ്ടാകണം. അത് 20 ചെയ്ത ആളാണെങ്കിൽ റീബൈ ചെയ്ത് 50 എത്തിയാൽ മതി. സമയപരിധി ഒന്നും വെച്ചിട്ടില്ല. 5 ഡയറക്റ്റ് റെഫറിലും $250 ബിസിനസ്സും ഉണ്ടെങ്കിലേ ഈ 3, 4, 5 ലെവലിലുള്ള 2% വീതമുള്ള ഇൻകം കിട്ടത്തുള്ളൂ. അല്ലെങ്കിലോ അങ്ങനെ ഒരു ലെവലിൽ ഇൻകം ഉണ്ടെങ്കിൽ അത് അൺപെയ്ഡ് ഇൻകം ആയിട്ട് കണക്കാക്കി പൂൾ ഇൻകത്തിൽ ചേർത്ത് വിടും. അപ്പോ ഡെയിലി കിട്ടുന്ന ഇൻകത്തിന്റെ അളവ് കൂട്ടാൻ ഒരു കാരണമായി 4% ഫണ്ടിന്റെ കൂടെ അൺപെയ്ഡ് ഇൻകം കൂടും. 6, 7, 8 ലെവലിൽ ഇൻകം 1% വീതമാണ്. അത് $100 5 ഡയറക്റ്റ് റെഫറിൽ $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം. അതിലൂടെയാണ് ആ വരുമാനം തരിക. 9, 10 ലെവലിൽ 0.5% വീതമാണ്. അതിനും $100 $500 5 ഡയറക്റ്റ് റെഫറിൽ $500 ബിസിനസ്. ഇതാണ് സിസ്റ്റം പറയുന്ന കണ്ടീഷൻ. സോ എല്ലാവരുടെയും ഒരു പ്രൈമറി ഗോൾ ആയിട്ട് വരേണ്ടത് ഒറ്റൊരു കാര്യമുള്ളൂ. $100 ഐഡിയ ഉണ്ടാകണം, 5 ഡയറക്റ്റ് റെഫറൽ ഉണ്ടാകണം, $500 ബിസിനസ് ഉണ്ടാകണം. എന്നിട്ട് ടീം വോളിയമായിട്ട് $5000 എത്തുമ്പോൾ സിൽവറായി 4% എക്സ്ട്രാ കിട്ടും. 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന്. ആദ്യത്തെ 10 ലെവലിൽ ഇൻകം കൂടുകയും ചെയ്യും. 10 എന്നുള്ളത് 14 ആകും, 3 എന്നുള്ളത് 7 ആകും, 1/2 എന്നുള്ളത് 4.5 ആകും. $25,000 ബിസിനസ്സും ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവറും വന്നാൽ ഗോൾഡ് റാങ്ക് ആവും. അപ്പൊ 8% ഇൻകം മാറും. 8% 2 സിൽവർ ഉണ്ടല്ലോ, ആ ലെഗിലാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ സിൽവറിന് 4%, നമുക്ക് 4% ആയിരിക്കും. ബാക്കി എല്ലാ ലെഗിൽ നിന്നും 8% കിട്ടും. അത് അൺലിമിറ്റഡ് ലെവലിൽ നിന്നാണ്. ആദ്യത്തെ 10 ലെവലില് 8% ഇൻകം വർദ്ധിക്കുകയും ചെയ്യും. എമറാൾഡ് 2 ഗോൾഡും $1 ലക്ഷം ബിസിനസ്സുമാണ്. 10 ലെവലാണ്, 12% അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് വെച്ചിരിക്കുന്നത്. അപ്പോ എമറാൾഡിന്റെ താഴെ ഗോൾഡ് ഉണ്ട്, ഗോൾഡ് താഴെ സിൽവർ ഉണ്ട്. ആ ലെഗിലാണ് ബിസിനസ് എങ്കിൽ സിൽവർക്ക് 4%, ഗോൾഡിന് 4%, എമറാൾഡിന് 4%. അതല്ലാത്ത ലെഗിന്നോ 12% ഡയറക്റ്റ് ആയിട്ട്. ഡയമണ്ട് റാങ്കിൽ 2 എമറാൾഡും $5 ലക്ഷം ബിസിനസ്. സോ ഈ രാത്രി $100 ഐഡിയ വെച്ചിട്ട് ഒരാൾ $5 ലക്ഷം ബിസിനസ് ചെയ്യാൻ തയ്യാറായി. അദ്ദേഹത്തിന് ഇന്ന് രാത്രി തന്നെ ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്യാം. ഒരു തടസ്സവും സിസ്റ്റം പറഞ്ഞിട്ടില്ല. 100% ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ, 52% ലിക്വിഡിറ്റി, 5% അഡ്മിൻ, 4% ഇൻവെസ്റ്റ്മെന്റ് പൂൾ, 16% റാങ്ക്, 23% ലെവൽ ബോണസ്. ഈ പ്രൈമറി ഗോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് യൂണിലെവൽ പ്ലാൻ ആയാല് അൺലിമിറ്റഡ് സ്പോൺസർഷിപ്പ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ 2 ലൈൻ ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്താൽ റാങ്ക് ഒക്കെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. ലോഞ്ചിങ്ങിന് ശേഷം ലിക്വിഡിറ്റി കയറാനുള്ള 3 ചാൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എന്തൊക്കെയാ അത്? ചതുർവർഷത്തിൽ ഇപ്പൊ നടക്കുന്ന ആക്ടിവിറ്റിയിലൂടെ ലിക്വിഡിറ്റി കയറും, അതനുസരിച്ച് പ്രൈസ് ചേഞ്ച് ഉണ്ടാകും. വാങ്ങിയാലും വിറ്റാലും വില കൂടിക്കൊണ്ടിരിക്കും. ചതുർവർഷം വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്ര ടേൺ ഓവർ നടക്കുന്നു അതിന് 20% ലിക്വിഡിറ്റി കയറും. ചതുർവർഷം മാർക്കറ്റ് പ്ലേസിൽ ബൈയും സെല്ലും നടക്കുമ്പോൾ സിസ്റ്റത്തിന് സർവീസ് ചാർജ് ഉണ്ട്, അതിൽ നിന്ന് 20 മുതൽ 25% ലിക്വിഡിറ്റി കയറും. ഇപ്പൊ ലിക്വിഡിറ്റി കയറി ലിക്വിഡിറ്റി വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് സിസ്റ്റം മാറാൻ പോവുകയാണ്. ഫെബ്രുവരി 3rd വീക്കിൽ അതിനുള്ള ചാൻസ് നമ്മുടെ ഓപ്പൺ ആകും. എങ്കിൽ നെറ്റ്വർക്കിൽ അത് എത്ര ഇമ്പാക്ട് ഉണ്ടാകും, എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാകും നമുക്ക് നോക്കാം. ഒരാൾ $20 ഐഡി വെച്ചു, എന്നിട്ട് $20 5 പേരെ സ്പോൺസർ ചെയ്തു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, ഇത് $100 വെച്ചിട്ടാണ് ഇതിന്റെ ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും കേട്ടോ. $100 വെച്ചിട്ടുള്ള ഗെയിം ആണെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് വേറെ തലത്തിലായിരിക്കും. വെറും $20 സ്റ്റാർട്ട് ചെയ്ത് ഒരു പരീക്ഷണത്തിൽ വന്നിരിക്കുന്ന ഒരാൾ, അയാൾ $20 5 പേരെ സ്പോൺസർ ചെയ്തു. എന്നിട്ട് ഈ ആളും അദ്ദേഹത്തിന്റെ കൂടെ വന്ന 5 പേരും $1000 വെച്ച് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാനും വിൽക്കാനും തയ്യാറായി. ഒരു വാങ്ങലും ഒരു വിൽക്കലും നടത്താൻ തീരുമാനിച്ചു. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ എങ്ങനെയാണ് ഈ മാർക്കറ്റ് പ്ലേസ്, ഇതൊക്കെ നടക്കൂ, ഈ പറഞ്ഞതുപോലെയൊക്കെ ഗ്രോത്ത് വരുന്നുണ്ടോ, ഗ്രോത്ത് വരാൻ വേണ്ടി എത്ര ദിവസം കാത്തിരിക്കണം, ഇതൊക്കെ നോക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരു $1000 കൊണ്ട് വാങ്ങി ഒരു $1126 എത്തിയപ്പോ വിറ്റു. ചെറിയൊരു പ്രോഫിറ്റ് ആണ് അദ്ദേഹം എടുത്തത്. $1000 അദ്ദേഹം വാങ്ങുമ്പോൾ 1% സർവീസ് ചാർജ് $10. $1726 സെല് ചെയ്തപ്പോൾ 3% സർവീസ് ചാർജ് $33.78. ഓക്കെ, അപ്പൊ മൊത്തം $43.78 സർവീസ് ചാർജ് കൊടുത്തു. ഈ സർവീസ് ചാർജ് സിസ്റ്റം അദ്ദേഹത്തിന്റെ ID വാല്യൂ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. 33.78 എന്നുള്ളത് 20 കൂടി 53.78 ആയി മാറി. കണ്ടോ?
കേട്ടോ, പെട്ടെന്ന് എന്ത് ചെയ്തു, ചേഞ്ച് വന്നു, സിസ്റ്റത്തിൽ വാല്യൂ ചേഞ്ച് വന്നു. സോ ഇത് തന്നെ 5 പേർക്ക് സംഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിന് 5 ലെവൽ ഇൻകം ഓപ്പൺ ആയി. കണ്ടോ, $250 മേലെ ബിസിനസ് ആയല്ലോ. എന്നാൽ ഇവർ 6 പേരും $82 വെച്ച് പ്രോഫിറ്റ് അവിടെ എടുത്തിട്ടുണ്ട്. എന്താ കാരണം? 1126 സെല് ചെയ്തതാണ്, 1000 വാങ്ങിയത്, $126 പ്രോഫിറ്റ് ഉണ്ട്. അതിൽ സർവീസ് ചാർജ് കഴിഞ്ഞ് ബാലൻസ് ഉള്ള എമൗണ്ട് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ആണ്. സോ $82.22 പ്രോഫിറ്റ് ഉണ്ട്. സിമ്പിൾ ലോജിക്കേ ഇവിടെ സിസ്റ്റം വച്ചിട്ടുള്ളൂ, വെറും സിമ്പിൾ ലോജിക്. ഇത് സെക്കൻഡ് ട്രേഡ് ചെയ്താലോ, സെയിം പ്രോഫിറ്റ് സെക്കൻഡ് ട്രേഡിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 10 ലെവൽ ഇൻകം സ്റ്റാർട്ട് ആവും. എങ്കിൽ ഒരു 10 ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യും. കണ്ടോ, അപ്പൊ ഇതെത്ര സ്പീഡിൽ നടക്കും? ഈ പറയുന്ന പ്രോസസ് ഒക്കെ സ്പീഡിൽ നടക്കുമോ? നമുക്ക് നോക്കാം. ഇപ്പൊ പ്രൈസ് നമ്മൾ കണ്ടു 0.233038 ആണ് എങ്കിൽ മാർക്കറ്റ് പ്രൈസിലെ പ്രൈസ് 1.165 ആയിരിക്കും. ഇന്ന് ലോഞ്ച് ചെയ്യാണ്, മാർക്കറ്റ് പ്രൈസ് ഇന്ന് ഓപ്പൺ ആണ്. ഈ മീറ്റ് ഹോളിൽ ഇരിക്കുന്ന ഒരാൾ ഒരു $1000 കൊണ്ട് മാർക്കറ്റ് പ്രൈസ് പോയിട്ട് വാങ്ങിയാൽ 858.369 അസറ്റ്സ് കിട്ടും, യൂണിറ്റ്സ് കിട്ടും. 0.23 0.26 ആയിട്ട് മാറി ടെതറോഷ്യനില്, 0.23 0.26 ആയിട്ട് മാറി എങ്കിൽ 1.3 പ്രൈസ് എത്തും. ഈ 858 യൂണിറ്റ്സ് 1.3 സെല് ചെയ്താൽ $1115.87 കിട്ടും. കണ്ടോ, പ്രോഫിറ്റ് വന്ന കളി കണ്ടോ, $1115.87 പ്രോഫിറ്റ് വന്ന് കണ്ടോ. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അപ്പൊ 0.23 0.26 എത്താനുള്ള സമയം മതി. അതിനോ $0.23 ഇപ്പൊ വന്നിരിക്കുമ്പോ $64,000 ലിക്വിഡിറ്റിയിലുണ്ട്. ഒരു $4,000 കയറി $68,000 ആയാൽ 0.24 ആയി. നമ്മൾ ടേബിളിൽ നേരത്തെ കണ്ടൂലേ. അപ്പൊ 25 ആവാനോ വീണ്ടും ഒരു 4,000 കയറിയാൽ മതി. 26 ആവാനോ വീണ്ടും ഒരു 4,000 കയറി. സിമ്പിൾ ആണ്. അതിനിടയ്ക്ക് സെല്ല് നടക്കാം, ബൈ നടക്കാം. ടെതറോഷൻ മാർക്കറ്റ് പ്ലേസിൽ പോകണമെങ്കിൽ എല്ലാവരും ടെതറോഷൻ മെമ്പർ ആവണം. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ എൻട്രികൾ നടക്കുമ്പോഴൊക്കെ വില കൂടിക്കൊണ്ടിരിക്കും. ടെതറോഷൻ വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് 20% കയറുമ്പോൾ ഫണ്ട് മാറും. മാർക്കറ്റ് പ്ലേസിലെ ട്രേഡിന്റെ 20% കയറും. പല തരത്തിൽ കയറുമ്പോ ഇതൊരു ട്രെൻഡിങ് ബിസിനസ് ആയിട്ട് മാറുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എങ്കിൽ ഈ 6 പേര് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രം, ഈ 6 പേര് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞു തരട്ടെ. ഒരു ട്രേഡിൽ നിന്ന് $43.47 പ്രോഫിറ്റ് സർവീസ് ചാർജ് ആയിട്ട് അവർ കൊടുത്തു. അങ്ങനത്തെ 10 ട്രേഡ് ഒരു മാസം ചെയ്യുന്നു. 6 പേര് ചെയ്തപ്പോ $2,608.2 പ്രോഫിറ്റ് സർവീസ് ചാർജ് ഇനത്തിൽ സിസ്റ്റത്തിന് കിട്ടി. അതിന്റെ 20% എന്ന് പറയുന്നത് $521 ലിക്വിഡിറ്റി കയറും. ഉറപ്പാണേ. എങ്കിൽ സിസ്റ്റത്തിൽ ഇപ്പോൾ ഉള്ള കമ്മ്യൂണിറ്റി ഒരു 1,700 വരും. $434 വെച്ച് $434.7, അതായത് 10 ട്രേഡിലൂടെ, ഒരു മാസത്തിൽ നടക്കുന്ന 10 ട്രേഡിലൂടെ $434.7 വെച്ച് 1,700 പേർ സിസ്റ്റത്തിന് സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിൽ $7,38,990 ആണ് സർവീസ് ചാർജ് ഇനത്തിൽ മാത്രം സിസ്റ്റം ജനറേറ്റ് ആകുക. അതിന്റെ 20% $1,47,798 USDT ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പൊ $64,000 നിന്ന് $64,000 ലിക്വിഡിറ്റി നിൽക്കുന്ന ടെതർ ഓഷനിൽ നിന്ന് $1,47,798 കൂടി ആഡ് ചെയ്യപ്പെടുമ്പോ $2,11,798 USDT ആയിട്ട് ലിക്വിഡിറ്റി മാറും. അതിന് പകരം യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ടെതർ ഓഷനിൽ പുതിയൊരു എൻട്രിയും നടക്കുന്നില്ല, ഒരാളും സെല്ല് ചെയ്യുന്നില്ല എന്ന കാൽക്കുലേഷൻ എടുത്താൽ $2,11,798 ലിക്വിഡിറ്റിയിൽ എത്തുന്ന സമയത്ത് ഇപ്പോഴുള്ള കോയിനിൽ ഒരു മാറ്റവും വരാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ $2,77,000 കോയിന് വേണ്ടിയിട്ട് $0.76 പ്രൈസ് മാറും. ഇൻറ്റു 5 മാർക്കറ്റ് പ്ലേസിൽ $3.82 പ്രൈസ് മാറും. $3.82 പ്രൈസ് മാറും. എങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിൽക്കുന്ന ആൾക്കാർ വലിയ ലാഭം ഉണ്ടാക്കുമോ, ചെറിയ ലാഭം ഉണ്ടാക്കുമോ? നമ്മൾ ചിന്തിക്കേണ്ടത്, ഏത് മാർക്കറ്റിൽ ആര് പോയാലും ലാഭം എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്.
ഒരിക്കലും വില കുറയാത്ത ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് അവകാശവാദവുമായിട്ട് ഈ സിസ്റ്റം മുന്നോട്ട് വരുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് പഠിക്കാൻ സമൂഹം തയ്യാറാകും, യാതൊരു തർക്കമില്ല. ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ അതിന്റെ പുറകെ തന്നെ നിൽക്കും. അവരെ പരിചയത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാരോടും ആ ശരിയെക്കുറിച്ച് പറയും, ആ പ്ലാറ്റ്ഫോമിനെ സാധ്യതയെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യും. 17,000 ആൾക്കാരെ കമ്മ്യൂണിറ്റിയായി മാറും, 1,70,000 ആൾക്കാരെ കമ്മ്യൂണിറ്റിയായി മാറും, 17 ലക്ഷം ആൾക്കാരെ കമ്മ്യൂണിറ്റിയായി മാറും, 1,70,00,000 ആൾക്കാരെ കമ്മ്യൂണിറ്റി ആയി മാറും, 17 കോടി ആൾക്കാരെ കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. അങ്ങനെ മാറുമ്പോ ഈ സിസ്റ്റത്തിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് വരാൻ പോകുന്നത്? ഈ ടെക്നോളജി കൈകോർക്കേണ്ട ടെക്നോളജി ആണോ അല്ലയോ? എത്ര സ്പീഡിൽ ഈ ടെക്നോളജിയുടെ സാധ്യത നമ്മൾ യൂസ് ചെയ്യണം? ഇപ്പൊ യൂസ് ചെയ്യാൻ ഒരേ ഒരു കാര്യമേ നമ്മൾ കണക്കിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു രജിസ്ട്രേഷൻ ഫീസ് ട്രെഡോഷനിൽ ഐഡി അടിക്കാൻ $100. ഫെബ്രുവരി 3rd വീക്കില് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആകുമ്പോൾ ഒരു $1,000 ഉപയോഗിച്ച് ട്രേഡ് ചെയ്യും. ഡെയിലി ഒരു $50-52 എടുക്കാം. ഈ കൊടുക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് ഒരു $300 ആയിട്ട് തിരിച്ചു കിട്ടും. നെറ്റ്വർക്ക് ഗെയിം തയ്യാറാണെങ്കിൽ ഈ കിട്ടുന്ന സർവീസ് ചാർജ് നല്ല കൈ നിറച്ച് പൈസ വേറെയും കിട്ടും. ഹലോ, സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കിലൂടെ ആളുകൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. ആ മെസ്സേജ് സത്യമായിട്ട് സംഭവിക്കുകയും ചെയ്യും. സോ സുഹൃത്തുക്കളെ, USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയേക്കാണ്. ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കൈ നിറയെ പൈസ സമ്പാദിക്കുന്ന ഉഡ ടെക്നോളജിയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് മാറാം. ലോകം, the universe will discuss Uda technology. Definitely. The universe will discuss Uda technology. ഇന്ന് യൂണിവേഴ്സ് സംസാരിക്കുന്ന ഏത് ടെക്നോളജിയെ കുറിച്ചാണ്? ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ടാണ്. ക്രിപ്റ്റോ എവിടെ നോക്കിയാലും ക്രിപ്റ്റോ. ഈ ചതുരോഷം പ്ലാറ്റ്ഫോം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ക്രിപ്റ്റോ അല്ലേ? ഇതിന്റെ എക്സ്ചേഞ്ച് എവിടെയാ? ഇതിന്റെ വൈറ്റ് പേപ്പർ എവിടെയാ? ഇതിന്റെ പ്രൊജക്ട് എവിടെയാ? ഇതിന്റെ യൂട്ടിലിറ്റി എന്താ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ ഒരുപക്ഷെ കാണാൻ പറ്റും. കാരണം അവരുടെ മനസ്സിലേക്ക് ക്രിപ്റ്റോ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, നിറഞ്ഞ് കവിഞ്ഞ് നിറഞ്ഞ് പതിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഇത് ക്രിപ്റ്റോ ഇൻഡസ്ട്രി അല്ല, ഇത് ഉഡ ടെക്നോളജിയാണ്. ഇതിന് എക്സ്ചേഞ്ച് ആവശ്യമില്ല, ഇതിന് വൈറ്റ് പേപ്പർ ആവശ്യമില്ല, ഇതിന് പ്രൊജക്ട് ആവശ്യമില്ല, ഇതിന് യൂട്ടിലിറ്റി ആവശ്യമില്ല. എല്ലാം ഈ ടെക്നോളജിയിൽ തന്നെയുണ്ട്. അതിന് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വിൽക്കുമ്പോൾ ബേൺ ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് സംതിങ് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ആക്ടിവിറ്റി നടക്കുന്നത്. ഈ ആശയത്തിന്റെ ഈ റിയാലിറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി. ഉറപ്പായിട്ടും വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ ഈ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കും. സോ സുഹൃത്തുക്കളെ, ആശയത്തിന്റെ പവർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും അതിന്റെ റിയാലിറ്റി എൻജോയ് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം ഒരു ഓപ്പൺ ഡിസ്കഷൻ നടത്താം. ഈ ആശയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് പ്രതികരിക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ സമയം ഉപയോഗിക്കാം. മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മൈക്ക് ഓപ്പൺ ചെയ്യാൻ സംസാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു പ്രസന്റേഷൻ? നല്ല പ്രസന്റേഷൻ ആയിരുന്നോ? കാര്യങ്ങളൊക്കെ മനസ്സിലായോ? സാറേ സൂപ്പർ ആയിട്ടുണ്ട് സാറേ, സൂപ്പറായി. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. യെസ് സൂപ്പർ, അടിപൊളി. കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി. ഓ, നമ്മളിത് ഓപ്പൺ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഒരു ആകാംക്ഷയോടെ. വെരി ഗുഡ്. ഓക്കെ. തീർച്ചയായും ആ കാത്തിരിപ്പിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും, തർക്കമില്ല. യെസ് ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെൽക്കം. യെസ്, ശങ്കർ മൈക്ക് ഓപ്പൺ ചെയ്തിരുന്നു, ഓഫായി പോയി. ശങ്കർ സംസാരിച്ചോളൂ. ഈ പുതിയ 2 പാക്കേജ് എന്ന് പറഞ്ഞില്ലേ, സെക്കൻഡ് എപ്പോ വരുന്നു? പാക്കേജ് ഇല്ല, ഒരേ ഒരു സിസ്റ്റം മാത്രം. ആ സിസ്റ്റത്തിൽ മാർക്കറ്റ് പ്ലേസ് ആണുള്ളത്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു മാർക്കറ്റ് അല്ലേ? മാർക്കറ്റില് ഈ മാർക്കറ്റില് വിൽക്കാൻ ഒരു സാധനം വേണ്ടേ? അത് ക്രിയേറ്റ് ചെയ്യണ്ടേ? അത് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ടെതറോഷൻ വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോം. ആ യൂണിറ്റ് മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യുന്നു. ഇതും അപ്പൊ നമ്മൾ ഫണ്ട് ഉള്ളിൽ കൊടുക്കുമ്പോൾ തന്നെ അത് ക്രിയേറ്റ് ആവുള്ളൂ അല്ലേ? സെയിം മാർക്കറ്റ് പ്ലേസിൽ ഓൾറെഡി പ്രീ സെയിൽസ് തന്നെ ആളുകൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
അതന്നെ എത്ര അതുകൊണ്ടാണ് സപ്ലൈ മാർക്കറ്റ് പ്രൈസിൽ വിൽക്കാൻ വേണ്ടി വരും. സപ്ലൈ അതിൽ കൂടെ ഒന്നുമില്ലല്ലോ, കായന അത് ആ ലെവലിൽ തന്നെയല്ലേ, അതിന്റെ ആ ലെവലിലേ ഇരിക്കുള്ളൂ. 21 മില്യൺ കോയിൻസ് ആണ്, 21 മില്യൺ കോയിൻസ്. അത് അതിൽ കൂടുതലല്ലോ ഇല്ല അതിലല്ലേ. ഇല്ല. ഓക്കെ ഓക്കെ. സെല്ല് ചെയ്യുമ്പോൾ ബാൻ ചെയ്തു പോകും. ആ ഡൗട്ട് അതാണ് ചോദിച്ചത്. മാർക്കറ്റ് പ്ലേസിൽ ബേണിംഗ് ഇല്ല, മാർക്കറ്റ് പ്ലേസിൽ പുതിയ ആളുടെ കയ്യിലേക്ക് പോവാം. ഓക്കെ അങ്ങനെ സെല്ല് ആവാറായിട്ട് കൂടും. യെസ്. ഓക്കെ, താങ്ക് യു സാർ. വെൽക്കം. ശങ്കർ കമ്പനിയുടെ സിൽവർ റാങ്ക് ക്വാളിഫയർ ആണ്. കന്യാകുമാരി തക്കലെ സ്വദേശിയാണ്. മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യും. പ്രത്യേകിച്ച് കൊട്ടാരത്തിന്റെ അടുത്താണ്, നമ്മുടെ പത്മനാഭപുരം പാലസിന്റെ ഒക്കെ അടുത്താണ് അവർ താമസിക്കുന്നത്. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ക്ലോസ് ഫ്രണ്ടിന്റെ അനിയനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സതീഷ്, അദ്ദേഹം ഗോൾഡ് റാങ്ക് അച്ചീവർ ആണ്. അവരുടെ തന്നെ ടീമിൽ വരുന്ന നമ്മുടെ പ്രിയങ്കരനായ കുമാർദാസ് സാർ, അദ്ദേഹം സിൽവർ റാങ്ക് ആണ്. ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഗോൾഡ് റാങ്കിലേക്ക് എത്തുന്നു. ടീമിൽ വലിയ നല്ല രൂപത്തിലുള്ള മൂവ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സോ നെക്സ്റ്റ് ആരാണ്? അതുപോലെ തന്നെ ഫിജോ ജോസഫ് നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യുന്നു. അജിത് ദേവി പ്രസാദ്, പേരറിയാവുന്ന കുറച്ച് പേര് പേര് പറയുന്നുള്ളൂ, പേര് പറയാത്തവര് ഒരിക്കലും വിഷമം വിചാരിക്കരുത്. ജനാർദ്ദൻ സാർ നല്ല സജീവമായിട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിന് കുറച്ച് നമ്പറൊക്കെ എനിക്ക് ഷെയർ ചെയ്തു, പക്ഷെ എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല. സോറി, ഞാൻ പേര് കണ്ടതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഇന്നും ഓടിയെത്തിയാണ് ഇന്ന് സൂമിലേക്ക് കയറിയത്. ഞാൻ പോസ്റ്റിനോട് പറയായിരുന്നു, ഞാൻ കറക്റ്റ് 9:05 ആകുമ്പോഴാണ് ലോഗിൻ ആവുള്ളൂ, എന്നിട്ട് ഞാൻ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയണ്ടായിരുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ്, സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈന്റെ മൈക്ക് ഓപ്പൺ ആണ്. ഇല്ല സാർ, ഒന്നും ചോദിക്കാനല്ല. ഇല്ല, ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ പ്രത്യേകിച്ച് ഡിസ്കഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഹലോ സാർ, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. അജിത് ദേവി പ്രസാദം. യെസ് അജിത് സാർ, വെൽക്കം. കമ്പനിയുടെ വേറൊരു ഗോൾഡ് റാങ്ക് അച്ചീവർ ആണ് അജിത് സാറ്. സജീവമായി ബിസിനസ് രംഗത്തുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ലീഡർ കൂടിയാണ്. പറയൂ അജിത് സാർ. വളരെ സന്തോഷമുണ്ട്, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവരും Thank you. സ്റ്റിൽ വെയിറ്റിംഗ്. ഒബ്വിയസ്ലി ഓൾ ദ പീപ്പിൾസ് ഓൾറെഡി വെയിറ്റിംഗ് ഫോർ ദ ന്യൂ ലോഞ്ചിങ് ഗ്രേറ്റ് വർക്ക്ഫുൾ പ്രൊജക്ട് വെർച്വൽ wow, അസറ്റ് വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. Wow, ഏതായാലും wow. നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു നല്ലൊരു ടീം വൈപ്പിൻ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഐ തിങ്ക് ഹീസ് ഇൻ ഇതിലുണ്ട്. രാജീവ് സാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആഹാ, very അദ്ദേഹം good. അദ്ദേഹം ഓൾറെഡി നമ്മുടെ മെമ്പറാണ്. അപ്പോൾ Wow, അവരും lucky. ഒക്കെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു ഇത് സ്ട്രാറ്റജി നമ്മൾ ഏറ്റെടുത്തത് ഒരു അപ്രീസിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും Wow, അതിന് wow. തന്നെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ Oh, yes. രാജീവ് സാറ്, പിന്നെ അതേപോലെ തന്നെ സൈഫു സാറ്, Okay. സനൽ സാറ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല ലീഡേഴ്സ് ഒക്കെ ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അവർക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ വിചാരിച്ചിരിക്കുന്നത് കുറെ കാലമായി, 10-11 മാസമായി. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Oh, അപ്പൊ wow. എനിവേ എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഈ പ്രൊജക്റ്റിൽ ഈ കഴിഞ്ഞ 2024 ഏപ്രിൽ 14 വിഷു ദിനത്തിൽ ഗുരുവായൂർ വെച്ച് ആ അമ്പലത്തിന്റെ നടയിൽ വെച്ച് തന്നെ എനിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അന്ന് തൊട്ട് ഇന്നോളം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഗോൾഡ് റാങ്ക് അച്ചീവർ ആണ്. Oh. വീട്ടിൽ തന്നെ ഒരു സിൽവർ റാങ്ക് ഉണ്ട്. Wow, വീണ്ടും wow. രണ്ടുപേരും ഇപ്പൊ സിൽവർ ആകാൻ പോകുന്നു. Wow, അപ്പോൾ wow, wow. എല്ലാവർക്കും ഇത് മനസ്സിലാക്കുക. ഇത് മറ്റൊരു സ്ട്രാറ്റജി പോലെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ആർക്കും പേടിക്കേണ്ട കാര്യവുമില്ല. ഇപ്പൊ അത് Yes. മനസ്സിലാക്കിയില്ല, വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴുമുള്ള ഇക്വേഷൻ അൽഗോരിതം നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചാൽ പോലും ആരുടെയും 1 സെന്റ് പൈസ പോലും നഷ്ടമാകുന്നില്ല. Yes, That yes. I can surely say that. കാരണം Yes, yes. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും മനസ്സിലാകാത്ത ആൾക്കാർക്ക് പോലും
ഇതിലിട്ട പൈസ അവിടെ അത് ഉണ്ടാവും. ഇതാണ് Yes. ഇതിന്റെ ഗ്യാരണ്ടി. എല്ലാം ബ്ലോക്ക് Yes. ചെയിൻ ഓറിയന്റഡ് ആണ്. ഇപ്പൊ 300 സംതിങ് ദിവസമായിട്ടുണ്ട്, അല്ലെങ്കിൽ 10 മാസം 10 മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 309 310 ദിവസമേ ആയിട്ടുള്ളൂ. ആ 310 ദിവസത്തിലെ ഏത് ദിവസത്തെ ഒരു ട്രാൻസാക്ഷൻ പോലും നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് Yes. പുതിയ പ്രൊജക്റ്റ് വന്നാലും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ മജീദ് സാർ പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മളുടെ ചതുരോഷിന്റെ വില ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഷി ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Thank you. Good night, sir. Good night. സോ ഇന്നത്തെ മീറ്റിംഗ് നമ്മുടെ കൺക്ലൂഡ് ചെയ്യുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നാളെ ശനിയാഴ്ച ദിവസമാണ്. നാളെ വൈകിട്ട് 8 മണിക്ക് തമിഴ് സൂം ഉണ്ടാകും. എല്ലാവരും തമിഴ് സൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പരമാവധി തമിഴ് അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഞായർ തിങ്കൾ ഈ 2 ദിവസവും ഞാൻ കാഞ്ചീപുരം എന്ന സ്ഥലത്തായിരിക്കും. കാഞ്ചീപുരം ചെന്നൈക്ക് അടുത്തൊരു പ്രദേശമാണ് തമിഴ്നാട്ടിൽ. അവിടെ ഒരു വലിയൊരു ബിസിനസ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. 16-ാം തീയതി അവിടെ ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഫോക്കസ് ചെയ്യുക. മാക്സിമം നമുക്ക് ബിസിനസ് ഏറ്റെടുക്കാം. ലോകം മുഴുവൻ ഒരു ട്രെൻഡായിട്ട് ഗ്ലോബ് മുഴുവൻ, യൂണിവേഴ്സ് മുഴുവൻ ബുഡ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ പയനേഴ്സ് ആയിട്ട് നിന്ന് കോടികൾ സമ്പാദിച്ച ട്രില്യനേഴ്സ് എന്ന റേഞ്ചിലേക്ക് എത്താൻ പറ്റുന്ന ആളുകളായിട്ട് ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന 31 പേർക്കും ഇപ്പൊ ഇരിക്കുന്ന 31 പേർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.